രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിന്റെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയ ചക്ഷുരുമീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ, നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീ കൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ, ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിന്റെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. അധ്യായം 13 ഏതാണ്? പ്രകൃതി, പുരുഷൻ, ക്ഷേത്രജ്ഞൻ അല്ലെ? നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അത് എത്ര വരെ പഠിച്ചു? 19 ശ്ലോകം. 20ാമത്തെ തൊട്ടെടുക്കണം അല്ലെ? ആണോ? ആണോ? അതെ. അപ്പൊ 19 പഠിച്ചത് അതൊന്ന് പറഞ്ഞു. 19 ശ്ലോകത്തിൽ എന്തൊക്കെയാ പഠിച്ചത് എന്നൊന്ന് പറഞ്ഞ എല്ലാവരും കൂടിയിട്ട് വേഗം പറഞ്ഞു. ക്ഷേത്രം എന്നാൽ എന്താണ്? ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞേയം. ക്ഷേത്രം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ശരീരം. ക്ഷേത്രജ്ഞൻ എന്ന ജീവാത്മാവിനെയും പരമാത്മാവിനെയും ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നു. ക്ഷേത്രത്തിനെ കുറിച്ച് അറിയുന്ന ക്ഷേത്രജ്ഞൻ. അതിനെ കുറിച്ചുള്ള അറിവാണ് ജ്ഞാനം. പിന്നെ പോരട്ടെ, ഇനി എന്തൊക്കെ പഠിച്ചു? പിന്നെ ക്ഷേത്രം 24 ഘടകങ്ങൾ കൊണ്ട് 5 ഘടകങ്ങൾ ചേർന്നതാണ്. ശരി, പറഞ്ഞോളൂ. പഞ്ചമഹാഭൂതങ്ങള്, പിന്നെ പ്രകൃതിയുടെ അവ്യക്ത നിലയിലുള്ള ഗുണങ്ങള്, ത്രിഗുണഗുണങ്ങള്, കർമ്മേന്ദ്രിയങ്ങൾ, ജ്ഞാനേന്ദ്രിയങ്ങൾ, പിന്നെ അന്തരേന്ദ്രിയം, ഇന്ദ്രിയ വിഷയങ്ങൾ എല്ലാം കൂടെ ചേർന്നതാണ്. ഇതിന്റെ 24 ഘടകങ്ങളുടെ സമൂഹമാണ് ക്ഷേത്രം എന്ന് പഠിച്ചു. പിന്നെ അതിന്റെ കർമ്മക്ഷേത്രത്തിന്റെ പ്രതിപ്രവർത്തനങ്ങൾ, രാഗദ്വേഷങ്ങൾ, സുഖദുഃഖങ്ങള്, സമദൃഷ്ടി. 24 ഘടകങ്ങൾ എന്ന് പറഞ്ഞ ഏതൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? അത് ക്ലിയർ ആയല്ലോ എല്ലാവർക്കും? പിന്നെന്താ പറഞ്ഞത് നമ്മളിതില്? പിന്നെന്തൊക്കെയാ പറഞ്ഞത്? വിഷ്ണുപ്രിയ മാതാജി മാത്രം കേട്ടുള്ള ക്ലാസ്, നിങ്ങൾ ആരും കേട്ടില്ലേ? വേറെന്താ പഠിച്ചത്? ക്ഷേത്രജ്ഞനെ കുറിച്ച് പഠിച്ചു. ആരൊക്കെ ക്ഷേത്രജ്ഞനാ? ക്ഷേത്രജ്ഞൻ ആരാണ്? ജീവാത്മാവും പരമാത്മാവും ക്ഷേത്രജ്ഞൻ തന്നെയാണ്. എന്തുകൊണ്ടാണ് പരമാത്മാവിനെ ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നത്? എടുത്തോ? അത്ര എത്തിയോ? ഞാൻ എടുത്തിട്ടില്ലേ? തുടങ്ങണുള്ളൂ 2 മണിയുടെ ക്ലാസ്. അപ്പൊ നമ്മൾ ശ്ലോകത്തില് ഉപസംഹരിച്ചു കഴിഞ്ഞായിരുന്നു ക്ഷേത്രവും ജ്ഞാനവും ജ്ഞേയവും. അതെ. അപ്പൊ നമ്മളിപ്പോ ഇതിൽ പഠിച്ചത് ക്ഷേത്രം എന്താന്ന് മനസ്സിലായി. ക്ഷേത്രം എന്ന് വെച്ചാൽ എന്താണ്? ശരീരത്തിനാണ് ക്ഷേത്രം എന്ന് പറയുന്നെന്ന് പറഞ്ഞു. ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ശരീരത്തെ കുറിച്ച് അറിയുന്നവനാണ് ക്ഷേത്രജ്ഞൻ എന്ന് നമ്മൾ പറഞ്ഞു. ജീവാത്മാവും ക്ഷേത്രജ്ഞനാണ്, പരമാത്മാവും പഠിച്ചിട്ടുണ്ടോ? ഫസ്റ്റത്തെ ശ്ലോകങ്ങളിൽ അതും വരുന്നത്. പരമാത്മാവും ക്ഷേത്രജ്ഞൻ തന്നെയാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ്? പരമാത്മാവിന് എല്ലാവരുടെ ശരീരത്തെ കുറിച്ച് അറിയാൻ സാധിക്കും. പക്ഷെ ജീവാത്മാവിന് താനിരിക്കുന്ന ശരീരത്തെ കുറിച്ച് മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ അല്ലെ? പക്ഷെ 2 പേര് നമ്മൾ എന്ത് പറയും? ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നു കണ്ടു അല്ലെ? അപ്പൊ ക്ഷേത്രജ്ഞന്മാര് രണ്ട്, ഒന്ന് ജീവാത്മാവും ഒന്ന് പരമാത്മാവും. ജീവാത്മാവിന് താനിരിക്കുന്ന ശരീരത്തെ കുറിച്ച് മാത്രമേ അറിയാൻ സാധിക്കുള്ളൂ. പരമാത്മാവിന് എല്ലാവരെ കുറിച്ച് അറിയാൻ പറ്റും. കാരണം പരമാത്മാവ് എല്ലാവരുടെ ഉള്ളിലുണ്ട് പരമാത്മാവായിട്ട് അല്ലെ?
അത് മനസ്സിലായി നമുക്ക്. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം. ജ്ഞാനം എന്ന് വെച്ചാൽ എന്താണ്? ആരെ കുറിച്ച്? അറിവ്. പരമാത്മാവിനെ കുറിച്ചും എല്ലാത്തിനെ കുറിച്ചുള്ള അറിവാണ് എന്ത്? ജ്ഞാനം എന്ന് പറയുന്നത്. പിന്നെ ജ്ഞേയം. ജ്ഞേയം എന്ന് വെച്ചാല് അറിയേണ്ടത്. എന്തിനെ കുറിച്ചാണ് നമുക്ക് അറിയേണ്ടത്? അതാണ്. ആരെ കുറിച്ചാണ് അറിയേണ്ടത്? പരമാത്മാവിനെ കുറിച്ചും ജീവാത്മാവിനെ കുറിച്ചും പ്രകൃതിയെ കുറിച്ചും എല്ലാം നമുക്ക് അറിയണം. അപ്പൊ അതെന്താണ്? ഇത് ന്യായമാണെന്നാണ്. പ്രകൃതി എന്ന് വെച്ചാൽ നമുക്കറിയാം ഭൗതിക പ്രപഞ്ചം. അതാണ് പ്രകൃതി എന്ന് പറയുന്നത്, അല്ലെ? പിന്നെ ഭൗതിക ഘടകങ്ങൾ, നമ്മൾ ഈ പറഞ്ഞ ശരീരത്തിന്റെ 24 ഘടകങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞില്ല. 24 ഘടകങ്ങൾ ഏതൊക്കെയാ വന്നത്? 24 മഹാഭൂതങ്ങള്, പഞ്ചമഹാഭൂതങ്ങൾ വന്നു, ജ്ഞാനേന്ദ്രിയങ്ങൾ വന്നു, കർമ്മേന്ദ്രിയങ്ങൾ വന്നു, ഇന്ദ്രിയ വിഷയങ്ങൾ വന്നു. ഇപ്പൊ 20 എണ്ണായില്ലേ? പിന്നെ വിദ്യാഹങ്കാരം, ഏത്? അന്തരേന്ദ്രിയം, മനസ്സ്, വിദ്യാഹങ്കാരം, ബുദ്ധി, വിദ്യാഹങ്കാരം, ത്രിഗുണങ്ങൾ. എളുപ്പത്തിൽ നിങ്ങൾക്ക് പറ്റും. അത് ഫസ്റ്റ് ജ്ഞാനേന്ദ്രിയം എന്താ പറയാ? പഞ്ചമഹാഭൂതങ്ങൾ 5 എണ്ണം, കർമ്മേന്ദ്രിയങ്ങള്, ജ്ഞാനേന്ദ്രിയങ്ങള്, ഇന്ദ്രിയ വിഷയങ്ങള്. 20 എണ്ണായോ? പിന്നെ ഏതൊക്കെയാണ് വരുന്നത്? മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം, 24ആയില്ലേ? മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം, ത്രിഗുണങ്ങൾ. 24 ഘടകങ്ങളായോ? ഒന്ന് പറഞ്ഞത് പഞ്ചമഹാഭൂതങ്ങൾ വന്നു, പിന്നെ അത് കഴിഞ്ഞിട്ട് കർമ്മേന്ദ്രിയങ്ങൾ വന്നു, പിന്നെ ഇന്ദ്രിയ വിഷയങ്ങൾ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ വന്നു. അപ്പൊ 20 എണ്ണായില്ലേ? അപ്പൊ ഇനി ഏതൊക്കെ ബാക്കി? ഈ 4 എണ്ണം കൂടി ഉണ്ട് അല്ലെ? മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം, ത്രിഗുണങ്ങൾ. അപ്പൊ 24 എണ്ണായി. കിട്ടില്ലേ? വേഗം ഇങ്ങനെ പറഞ്ഞാൽ വേഗം ഓർക്കും നിങ്ങൾ. അപ്പൊ 24 എണ്ണം ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ശരീരത്തിന് പല മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലെ? എന്തൊക്കെയാണത്? പല മാറ്റങ്ങളിലൂടെ നമ്മളെ ശരീരം കടന്നു പോകുന്നത്. എങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അല്ല, ജനനം, വളർച്ച, സ്ഥിതി, ഉൽപാദനം, ക്ഷയം, നാശം. അതൊക്കെ. പിന്നെ ഇനി എന്തൊക്കെയാണ് എന്തൊക്കെ അജ്ഞാനം എന്ന് ഭഗവാൻ പറഞ്ഞു. ജ്ഞാനം എന്തൊക്കെയാണെന്ന് പറഞ്ഞു ഇല്ലേ? എന്തൊക്കെയാണ് പറഞ്ഞു? വിനയം, ഗർവില്ലായ്മ. ഈ ശ്ലോകം 12 ഭഗവാൻ പറഞ്ഞു ജ്ഞാനം എന്തൊക്കെയാണെന്ന് പറഞ്ഞു. അതെല്ലാം അജ്ഞാനം പറഞ്ഞു അല്ലെ? ശുചിത്വം, അതൊക്കെ പറഞ്ഞു. കുറെ കാര്യങ്ങൾ. 26 എണ്ണല്ലേ പറഞ്ഞ? എത്രയാണ് 26 അതിൽ പറഞ്ഞത്? എത്ര ഗുണങ്ങളാണ് പറഞ്ഞത്? 20 ഗുണങ്ങൾ. 22 ഗുണങ്ങൾ. 22 ഗുണങ്ങൾ. അപ്പൊ ആ ജ്ഞാനത്തെ കുറിച്ച് പറഞ്ഞു. പിന്നെ വേറെ എന്താ പറഞ്ഞത്? എല്ലാ ഇന്ദ്രിയങ്ങളുടെയും ഉത്ഭവസ്ഥാനം ആര് തന്നെയാണെന്ന് പറഞ്ഞു? ഭഗവാൻ തന്നെയാണെന്ന് പറഞ്ഞു. 15ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു. പിന്നെ എല്ലാ ചരാചരങ്ങളുടെ അകത്തും പുറത്തും ഭഗവാൻ കുടികൊള്ളുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ എന്താണ്? ഭഗവാനെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കില്ല അല്ലെ? ഭഗവാനെ നമുക്ക് കാണാനോ അറിയാനോ സാധിക്കില്ല. നമ്മുടെ ഇന്ദ്രിയങ്ങൾ അപൂർണമായതുകൊണ്ട് നമുക്ക് ഭഗവാനെ കാണാനോ അറിയാനോ നമുക്ക് സാധിക്കില്ല. ഭഗവാൻ എങ്ങനെയാണ്? പക്ഷെ ഭഗവാൻ വിദൂരസ്ഥനാണ്. പക്ഷെ ഒപ്പം തന്നെ എന്താണ്? പിന്നെന്താ പറഞ്ഞത്? പിന്നത്തെ എല്ലാത്തിനെയും നിലനിർത്തുന്നതും സംഹരിക്കുന്നതും സൃഷ്ടിക്കുന്നതും എല്ലാം ആര് തന്നെയാണെന്ന് പറഞ്ഞു. അതെ. പിന്നെ 18ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു എല്ലാ സർവ്വജ്യോതിസുകളുടെയും സ്രോതസ് ഭഗവാനാണെന്ന് പറഞ്ഞു. പിന്നെ അവ്യക്തമായിട്ടുള്ളതും അറിയേണ്ടതും എല്ലാത്തിന്റെ ലക്ഷ്യവും സർവ്വഹൃദയങ്ങളിലും എല്ലാം തന്നെയാണ്? ഭഗവാൻ തന്നെയാണെന്ന് പറഞ്ഞു അല്ലെ? ഇത്രയും വരെ നമുക്ക് പറഞ്ഞതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അല്ലെ? 19ാമത്തെ ശ്ലോകം വരെ. ഇനി 20 തൊട്ടാണ് നമുക്ക് എടുക്കേണ്ടത്. ഇടയ്ക്ക് ചോദിക്കട്ടെ, എല്ലാവരും ശ്രദ്ധിച്ചിരുന്നുള്ളൂ കേട്ടാ. പേരെടുത്ത് ചോദിക്കും ഞാൻ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. അധ്യായം 13. തൊട്ട് എടുക്കണം അല്ലെന്ന്? 20 തൊട്ട്.
ഇപ്പൊ 19ാമത്തെ ശ്ലോകത്തിൽ എന്ത് പറഞ്ഞ നിർത്തിയിട്ടുണ്ടായിരുന്നത്? കർമ്മക്ഷേത്രം, അതായത് ശരീരം, ജ്ഞാനം, ന്യായം എന്നിവയെ പറ്റി ഞാൻ നിനക്കിപ്പോ പറഞ്ഞു തന്നു. എന്റെ ഭക്തന്മാർക്ക് മാത്രം ഈ വിഷയം മനസ്സിലാക്കി എന്നെ പ്രാപിക്കാൻ സാധിക്കും. അപ്പൊ ഭഗവാനെ പ്രാപിക്കണമെങ്കിൽ എങ്ങനെയുള്ളവർക്കേ സാധിക്കുള്ളൂ? ഭക്തന്മാർക്കേ സാധിക്കുള്ളൂ എന്ന് ഭഗവാൻ പറഞ്ഞു. എങ്ങനെയുള്ളവരാണ് ഭഗവാന്റെ ഭക്തന്മാരെന്ന് കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു തന്നു അല്ലെ? ഓർമ്മയുണ്ടോ? 12ാമത്തെ അധ്യായത്തിൽ ഭക്തന് വേണ്ട ഗുണങ്ങളെ കുറിച്ച് ഭഗവാൻ 12ാമത്തെ അധ്യായത്തില് 13ാമത്തെ ശ്ലോകം തൊട്ട് പറയുന്നുണ്ട്. ഓർമ്മയുണ്ടോ? എന്തെങ്കിലും ഒരു ക്വാളിറ്റി പറയാവോ ഭക്തന്റെ? മത്സരം എല്ലാ മാത്സര്യം കൂടാതെ സർവ്വജീവികൾക്കും സുഹൃത്തായി ഒന്നിലും അവകാശബോധവും മിഥ്യാഹങ്കാരവും ഇല്ലാതെ സുഖദുഃഖങ്ങളിൽ സമനില കൈക്കൊണ്ട് ക്ഷമാശാലിയായും സദാ സംതൃപ്തനുമായി തൊട്ട് പറയുന്നത് ഭക്തന്റെ ക്വാളിറ്റീസ് ആണ്, ഗുണങ്ങളാണ് പറയുന്നത്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല, ആരെ ഉപദ്രവിക്കാൻ പാടില്ല, മറ്റുള്ളവർ നമ്മളെ കൊണ്ട് അസ്വസ്ഥത ഉണ്ടാവാൻ പാടില്ല, സുഖദുഃഖങ്ങൾ സമനിലയോടെ കാണണം, ഒന്നിനെയും ആശ്രയിക്കാത്തവനായിരിക്കണം, ഉത്കണ്ഠ ഒന്നും ഉണ്ടാവാൻ പാടില്ല, ഒന്നിലും സന്തോഷം വന്നാൽ കൂടുതൽ സന്തോഷിക്കുന്നില്ല, ദുഃഖം വന്നാൽ ദുഃഖിക്കുന്നില്ല, അങ്ങനെ കുറെ പോയിന്റ്സുകൾ പറയുന്നുണ്ട്. ശത്രുക്കളോടും മിത്രങ്ങളോടും സമഭാവനയോടെ കാണുക, ഇതൊക്കെയാണ് ഒരു ഭക്തന്റെ ഗുണങ്ങൾ പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഭക്തന് മാത്രമേ ഭഗവാനെ മനസ്സിലാക്കി ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുള്ളൂ എന്നാണ് 19ാമത്തെ ശ്ലോകത്തില് ഭഗവാൻ പറഞ്ഞു തന്നത് അല്ലെ? അതുവരെയാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ഹരേ കൃഷ്ണ. 20ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രകൃതിം പുരുഷം ചൈവ വിദ്യാനാദി ഉപാവതി വികാരാംശ ഗുണാംശൈവ വിദ്ധി പ്രകൃതി സംഭവാൻ. ഭൗതിക പ്രകൃതിയും ജീവജാലങ്ങളും അനാദികളാണ്. ഭൗതിക പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിച്ചവയാണ് അവയുടെ വിഭിന്ന രൂപങ്ങളും ത്രിഗുണങ്ങളും എന്ന് മനസ്സിലാക്കണം. ഇവിടെ എന്താ പറഞ്ഞത്? ഭൗതിക പ്രകൃതിയും ജീവജാലങ്ങളും എങ്ങനെയാണ്? അനാദികളാണ്. അനാദി എന്ന് വെച്ചാൽ എന്താണ്? ആദി ഇല്ലാത്തതാണ്. ആദിയില്ല, അതിന് ഒരു ആദ്യം ഇല്ല, അതിന് അന്ത്യവും ഇല്ല ആദ്യവും ഇല്ല അല്ലെ? അനാദികളാണ്, അതേ ഉള്ളതാണ്. ഭൗതിക പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിച്ചതാണത്. അപ്പൊ അതെവിടെ നിന്ന് ഉത്ഭവിച്ചതാണ്? ഭൗതിക പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. അവയുടെ വിഭിന്ന രൂപങ്ങളും ത്രിഗുണങ്ങളും എന്ന് മനസ്സിലാക്കുക. ഉത്ഭവിച്ചതാണ് അവയുടെ വിഭിന്ന രൂപങ്ങളും അതുപോലെ തന്നെ ത്രിഗുണങ്ങളും എന്ന് മനസ്സിലാക്കണം. അപ്പൊ ഭൗതിക പ്രകൃതിയുടെ വിഭിന്ന രൂപങ്ങളാണ് എന്ത്? ത്രിഗുണങ്ങള്. ഭൗതിക പ്രകൃതിയിൽ നിന്ന് ഉത്ഭവിച്ചയാണ് അതിന്റെ വിവിധ രൂപങ്ങളും ത്രിഗുണങ്ങൾ എന്ന് പറയാം. നമുക്ക് മനസ്സിലാക്കാം അല്ലെ? നമ്മൾ ജീവജാലങ്ങള്, ജീവാത്മാക്കള് എങ്ങനെയാണ് ഈ ഭൗതിക പ്രകൃതിയിലേക്ക് വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അതിന് ത്രിഗുണങ്ങൾ സ്വാധീനിക്കുന്നത് അല്ലെ? ജീവാത്മാക്കളെ ത്രിഗുണങ്ങൾ സ്വാധീനിക്കുന്ന എപ്പോഴാണ്? ആ ഭൗതിക പ്രകൃതിയിലേക്ക് കടക്കുമ്പോൾ. ആ സ്വാധീനിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്വഭാവം, ഏത് ഗുണമാണോ സ്വാധീനിച്ചിരിക്കുന്നത് അതനുസരിച്ച് ആ ജീവാത്മാവിന്റെ സ്വഭാവം രൂപപ്പെടാണ്. സത്വഗുണമാണ് സ്വാധീനിക്കുന്നതെങ്കിൽ ആ ജീവാത്മാവിന്റെ സ്വഭാവം സത്വഗുണപ്രകാരമായിരിക്കും, ചെയ്യുന്ന പ്രവർത്തികൾ അതുപോലെയായിരിക്കും, അങ്ങനെ വരും. അതേ സ്ഥാനത്ത് തമോ ഗുണമാണ് സ്വാധീനിക്കുന്നതെങ്കിലോ ആ ജീവാത്മാവിന്റെ സ്വഭാവം അതിനനുസരിച്ച്, തമോ ഗുണത്തിലുള്ളവരുടെ സ്വഭാവം എങ്ങനെയാണോ അതനുസരിച്ച് രൂപാന്തരപ്പെടുന്നു. അങ്ങനെ ഓരോ ഗുണം, ഏത് ഗുണമാണോ നമ്മളെ സ്വാധീനിക്കുന്നത് അതനുസരിച്ചാണ് നമ്മുടെ പ്രവർത്തികൾ വരുന്നത്. അതനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും, നമ്മൾ ഇടപഴകുന്ന സാഹചര്യം എല്ലാതും അതിനനുസരിച്ച് മാറി മാറിക്കൊണ്ടിരിക്കുന്നു. ഹരേ കൃഷ്ണ. സ്പീഡ് കൂടുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഹരേ കൃഷ്ണ. പോയി അഡില്ലേ? ഹരേ കൃഷ്ണ. ഓക്കെ ആണ് എല്ലാവർക്കും? ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. കാര്യകാരണ കർത്തൃത്വേ ഹേതു പ്രകൃതി രുച്യത്തെ പുരുഷ സുഖ ദുഃഖാനാം ഭോക്തേ ഹേതു രുച്യത്തെ. ഭൗതികങ്ങളായ എല്ലാ കാരണങ്ങൾക്കും ഹേതു പ്രകൃതിയാണെന്നും ഈ ലോകത്തിൽ വിവിധ സുഖദുഃഖങ്ങൾക്ക് ഹേതു ജീവസത്തയാണെന്നും പറയപ്പെടുന്നു. അപ്പൊ ഭൗതികമായിട്ടുള്ള എല്ലാ കാര്യകാരണങ്ങൾക്കും ഹേതു എന്താണ്? ഭൗതിക പ്രകൃതിയാണ്. ഭൗതിക പ്രകൃതിയാണ് ഭൗതികങ്ങളായിട്ടുള്ള എല്ലാ കാരണങ്ങൾക്കും ഹേതുവായിട്ടുള്ള എല്ലാ കാരണങ്ങൾക്കും കാരണം ഭൗതിക പ്രകൃതിയാണ്. ഭൗതിക പ്രകൃതിയെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത് ആരാണ്? ഭൗതിക പ്രകൃതി ആരുടെ നിയന്ത്രണത്തിലാണ് ഇരിക്കുന്നത്? ജീവസത്തയുടെ. ഭൗതിക പ്രകൃതി ആരുടെ നിയന്ത്രണത്തിലാണ്? ഭഗവാന്റെ നിയന്ത്രണത്തില് അല്ലെ? ഭൗതിക പ്രകൃതി ആരുടെ നിയന്ത്രണത്തിലാണ് ഇരിക്കുന്നത്? ഭഗവാന്റെ നിയന്ത്രണത്തില്. ഭഗവാൻ പറയുന്നത് അനുസരിച്ച് പ്രവർത്തിക്കുന്നത് ഭൗതിക പ്രകൃതി പ്രവർത്തിക്കുന്നത് അല്ലെ? ഭൗതിക പ്രകൃതിയുടെ എന്താ പറയാ ആരാണ് അതിബ?
ആരാണ്? ഭൗതിക എല്ലാത്തിന്റെ പ്രകൃതി. നേതാവ് ഭഗവാൻ. ഭഗവാനാണ് ഭൗതിക പ്രകൃതിയെ നിയന്ത്രിക്കുന്നത്. പക്ഷെ ആ ഭൗതിക പ്രകൃതി ഒരു കൺട്രോളിലാണ്. മായാശക്തിയുടെ മായാശക്തി ആരാണ്? നമുക്ക് പരിചയമുള്ള ഒരു പേരുണ്ടല്ലോ, ദുർഗാദേവി. ആരുടെ നിയന്ത്രണത്തിലാണ്? ദുർഗാദേവിയുടെ നിയന്ത്രണത്തിലാണ്. ആ ദുർഗാദേവി പ്രവർത്തിക്കുന്നത് ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ചാണ്. അപ്പൊ ഈ ലോകത്തിൽ വിവിധ സുഖ ദുഃഖങ്ങൾക്ക് ഹേതു എന്താണ്? ഭൗതിക പ്രകൃതിയാണെന്ന്, കാരണങ്ങൾക്കും ഹേതു പ്രകൃതിയാണെന്നും, ഈ ലോകത്തിൽ വിവിധ സുഖങ്ങൾക്ക് ഹേതു ജീവസത്തയാണെന്നും പറയപ്പെടുന്നു. സുഖ ദുഃഖങ്ങൾക്ക് നമുക്ക് കാരണം എന്താണ് വരുന്നത്? ഈ ഭൗതികങ്ങളായ എല്ലാ കാരണങ്ങൾക്കും കാര്യകാരണങ്ങൾക്കും ഹേതു പ്രകൃതിയാണെന്നും, ഈ ലോകത്തിൽ വിവിധ സുഖദുഃഖങ്ങൾക്ക് ഹേതു ജീവസത്തയാണെന്നും പറയപ്പെടുന്നു. അപ്പൊ സുഖദുഃഖങ്ങൾക്കെല്ലാം കാരണം എന്താണ്? ജീവാത്മാവ്. എങ്ങനെയാണ് ജീവാത്മാക്കൾക്ക് സുഖദുഃഖം വരുന്നത്? ഭഗവാൻ പറയുന്നുണ്ട് അല്ലെ, 2-ാമത്തെ അധ്യായത്തില് ഭഗവാൻ പറയുന്നുണ്ട് സുഖദുഃഖങ്ങൾ എങ്ങനെ പറയണത്. നമ്മുടെ എന്ത് പ്രകാരമാണ് പറഞ്ഞത്? സുഖദുഃഖങ്ങളെ കുറിച്ച് പറഞ്ഞത് മാത്ര സ്പർശാസ്തു കൗന്ദയ ശീതോഷ്ണ സുഖ ദുഃഖദാഹ ആഗമാപായിനോ നിത്യ ഭാരത. എന്താ പറഞ്ഞു? സുഖദുഃഖങ്ങൾ എന്ന് പറഞ്ഞ എങ്ങനെയാണെന്ന് പറഞ്ഞു? ഒരു മാത്രം കൊണ്ടിരിക്കുന്നതാണ് അതല്ലേ, അത് സ്ഥിരമായിട്ടുള്ളതല്ല. അതെങ്ങനെയാണ്? നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് അത് തീരുമാനിക്കുന്നത്, സുഖമാണോ ദുഃഖമാണോ. ചിലപ്പോ എന്റെ സുഖം വേറൊരാളുടെ ദുഃഖമായിരിക്കാം, അവരുടെ സുഖം എന്റെ ദുഃഖമായിരിക്കും. അത് ആരാണ് തീരുമാനിക്കുന്നത്? നമ്മുടെ ഇന്ദ്രിയങ്ങളാണ് അല്ലെ, നമ്മളാണത് തീരുമാനിക്കുന്നത് നമുക്കത് സുഖാണോ ദുഃഖാണോ എന്നുള്ളത്. കാരണം സുഖവും ദുഃഖവും മാറി മാറിക്കൊണ്ടിരിക്കും. അതിങ്ങനെ എന്താ പറയാ, ഓരോ കാലം മാറി വരുന്ന പോലെ സുഖവും ദുഃഖവും മാറി മാറിക്കൊണ്ടിരിക്കും. പക്ഷെ ആ സുഖവും ദുഃഖവും തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? നമ്മളാണ്. നമ്മൾ എങ്ങനെയാണോ അത് ചിന്തിക്കുന്നത് അതനുസരിച്ചാണ് നമുക്ക് സുഖാണോ ദുഃഖാണോ നമ്മൾ തീരുമാനിക്കുന്നത് അല്ലെ. ഓർമ്മയുണ്ടോ? പറഞ്ഞുണ്ടോ ഭഗവാൻ അങ്ങനെ? ഹരേ കൃഷ്ണ. 2-ാമത്തെ അധ്യായത്തില് 14-ാമത്തെ ശ്ലോകം സുഖദുഃഖങ്ങളുടെ വരവും പോക്കും എങ്ങനെയാണെന്ന് പറഞ്ഞു. മഞ്ഞുകാലത്തിന്റെ വേനൽക്കാലത്തിന്റെ ഗതിവിധികൾ പോലെയാണ് അത് വന്നും പോയിക്കൊണ്ടിരിക്കും. നമ്മൾ അതിന് എന്ത് ചെയ്യാൻ പഠിക്കണം എന്നിട്ട് ഭഗവാൻ പറഞ്ഞത്? സഹിക്കാൻ പഠിക്കാൻ. സുഖവും ദുഃഖവും ഒരുപോലെ ഇതാക്കണം. ഒന്നും പ്രത്യേകിച്ച് ആഹ്ലാദോ ഒന്നും തോന്നരുത്. അങ്ങനെ അല്ലെ, പഠിക്കണം. സമഭാവനയോടെ കാണുക. സമഭാവനയോടെ കാണുക എല്ലാത്തിനെയും. നമ്മുടെ ഇന്ദ്രിയ അനുഭവത്തിൽ നിന്നാണ് അത് ഉണ്ടാകുന്നത്. അതിനെ സഹിക്കാൻ പഠിക്കാൻ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്യാറുണ്ടോ? എന്നിട്ട് സഹിക്കാൻ പഠിക്കാറുണ്ടോ? വ്യത്യാസമുണ്ട് മാതാജി. ഇപ്പൊ അങ്ങനെയാണ് ഏകദേശം മാതാജി. അങ്ങനെയായി വരുന്നത്. നമ്മൾ അയക്കുന്നത്. നാമം ജപിക്കുമ്പോ നമുക്ക് ഇതൊക്കെ തന്നെത്താനെ വരും, നമുക്ക് സാധിക്കും. അപ്പൊ അതുകൊണ്ട് സുഖദുഃഖങ്ങൾക്ക് കാരണം ജീവാത്മാവ് തന്നെയാണ്. കാരണം നമ്മുടെ ആ ഇന്ദ്രിയാനുഭൂതിയിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതനുസരിച്ചാണ് നമുക്ക് സുഖവും ദുഃഖവും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. പുരുഷ പ്രകൃതിസ്ഥോ ഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണസംഗസ്യ സത് അസോദ്യാനി ജന്മസു. ഭൗതിക പ്രകൃതിയിൽ ജീവാത്മാവ് പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അനുഭവിച്ചുകൊണ്ടുള്ള ജീവിത രീതി കൈക്കൊള്ളുന്നു. ഭൗതിക പ്രകൃതിയുമായുള്ള സമ്പർക്കത്താലാണിത്. അങ്ങനെ നല്ലതും ചീത്തയുമായ നാനാ യോനികളിൽ ജീവൻ പിറവിയെടുക്കുന്നു. അപ്പൊ ഭൗതിക പ്രകൃതിയില് ജീവാത്മാവ് എന്താ ചെയ്യുന്നത്? പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അനുഭവിച്ചുകൊണ്ടുള്ള ജീവിത രീതിയാണ് കൈക്കൊള്ളുന്നത്. അപ്പൊ ഓരോ ജീവാത്മാവും ആ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അനുഭവിച്ചുകൊണ്ടുള്ള ജീവിത രീതി കൈക്കൊള്ളാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു അല്ലെ, ഈ ഭൗതിക പ്രകൃതിയിലേക്ക് കടക്കുമ്പോ ഈ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ ആരെ സ്വാധീനിക്കുകയാണ്? ആ ജീവാത്മാവിനെ സ്വാധീനിക്കുകയാണ്. അപ്പൊ ആ ത്രിഗുണങ്ങളെ സ്വാധീനിക്കുമ്പോ ഏത് ഗുണമാണോ നമ്മളിൽ കൂടുതൽ സ്വാധീനിച്ചിരിക്കുന്നത്, ചിലപ്പോ സത്വഗുണമാവാം, ചിലപ്പോ രജോ ഗുണമാവാം, ചിലപ്പോ തമോ ഗുണമാവാം. ഏത് ഗുണമാണോ സ്വാധീനിച്ചിരിക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു ജീവിത രീതിയായിരിക്കും നമ്മൾ കൈക്കൊള്ളുന്നത്. സത്വഗുണമാണെങ്കിൽ നമ്മുടെ സ്വഭാവം സാത്വികമായിട്ടുള്ള രീതിയിലായിരിക്കും. സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രവർത്തികളും അതിനനുസരിച്ച് വരും. കാരണം സ്വഭാവത്തിനനുസരിച്ച് നമ്മുടെ പ്രവർത്തികൾ വരും. രജോ ഗുണത്തിലാണെങ്കിൽ നമ്മുടെ സ്വഭാവം രാജസികമായിട്ടുള്ളതായിരിക്കും, അതിനനുസരിച്ച് നമ്മുടെ പ്രവർത്തികൾ വരും. തമോ ഗുണാണെങ്കിൽ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ സ്വഭാവം പ്രവർത്തികളും സ്വാഭാവികമായിട്ടും തമോ ഗുണത്തിനനുസരിച്ച് വരും. ഇപ്പൊ സത്വഗുണത്തിലുള്ളവരെങ്ങനെയാണ്? ജ്ഞാനം നേടിയവരായിരിക്കും, എല്ലാവരോടും നല്ല രീതിയിൽ സംസാരിച്ച് പെരുമാറുന്നവരായിരിക്കും. രജോ ഗുണത്തിലുള്ളവരാണെങ്കിൽ എങ്ങനെയാണ്? അവർക്ക് അത്യാഗ്രഹം അല്ലെങ്കിൽ മറ്റുള്ള എന്താ പറയാ കുറെ പൈസ ഉണ്ടാക്കാൻ അങ്ങനത്തെ ഒക്കെ ആഗ്രഹങ്ങൾ കൂടുതലായിരിക്കും.
എത്ര കിട്ടിയാലും ഇനിയും ഇനിയും ചെയ്യണം, കഠിനാധ്വാനം ചെയ്യാനുള്ള സ്വഭാവമൊക്കെ ഉണ്ടാകും. തമോ ഗുണത്തിലുള്ളവരാണെങ്കിൽ അലസന്മാരായിരിക്കും. അപ്പൊ ഇതൊക്കെ കൈക്കൊള്ളുന്നത് എങ്ങനെയാണ്? ഈ ഭൗതിക പ്രകൃതിയുമായിട്ട് ഈ ജീവാത്മാവിന് സമ്പർക്കം വരുമ്പോ ഏത് ഗുണമാണോ സ്വാധീനിച്ചിരിക്കുന്നത് അതിനനുസരിച്ചാണ് ഇതൊക്കെ രൂപീകരിക്കപ്പെടുന്നത്. അങ്ങനെ നല്ലതും ചീത്തയുമായിട്ടുള്ള നാനാ യോനികളിൽ ജീവൻ പിറവിയെടുക്കും. അപ്പൊ നമ്മൾ ഈ ചെയ്യുന്നത് അനുസരിച്ചാണ് പിന്നെ നമുക്ക് എന്ത് കിട്ടുന്നത്? ജന്മം കിട്ടുന്നത്. ഇപ്പൊ നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയുടെ അല്ലെങ്കിൽ കർമ്മത്തിന്റെ ഫലമാണ് അടുത്ത ജന്മത്തിലെ നമ്മളെ ശരീരം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മള് നല്ല പ്രവർത്തികൾ ചെയ്താൽ സ്വാഭാവികമായിരിക്കും അടുത്ത ജന്മത്തിൽ നമുക്ക് നല്ല ശരീരം കിട്ടും. നല്ല ശരീരം എന്ന് വെച്ചാൽ ഏതാണ് ഉദ്ദേശിക്കുന്നത്? നല്ല വീണ്ടും ജന്മം എടുക്കുകയാണെങ്കിൽ നമ്മളൊക്കെ വീണ്ടും ജന്മം എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഉണ്ടോ? ജന്മ അത് ഭാഗ്യം ചെയ്യണ്ട മാതാജി, അങ്ങനെ അവിടെ എത്തുവോ നമ്മള്? ജന്മം കിട്ടാതെ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ജന്മം ഇല്ലാതെ ഈ ഒരു ജന്മത്തിൽ തന്നെ ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും. എങ്ങാനും നമുക്ക് സാധിച്ചില്ലെങ്കിലോ അടുത്തൊരു ജന്മം, നമ്മൾ പഠിച്ചു ഭഗവത്ഗീതയിൽ അല്ലെ, ഭഗവാൻ അർജുനൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ്? നമുക്ക് നല്ല ശ്രേഷ്ഠമായ കുടുംബത്തിൽ ജനിച്ച് ആ മനുഷ്യ ജന്മത്തിൽ തന്നെ ജനിച്ചുകൊണ്ട് ഭഗവാനെ ആരാധിക്കാനായിട്ട് ചെറിയ പ്രായത്തിൽ തന്നെ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എങ്ങാനും നമ്മൾ അടുത്തൊരു ജന്മം നമുക്ക് എടുക്കേണ്ടി വരാണെങ്കിൽ നമുക്ക് എന്ത് സാധിക്കും? ചെറിയ പ്രായത്തിലെ തൊട്ട് ഭഗവാനെ കുറിച്ച് അറിയാൻ സാധിക്കും. ഇപ്പൊ നമ്മള് എത്രയോ പ്രായമായിട്ടാണ് നമ്മളിപ്പോ വന്നിരിക്കുന്നത്, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അടുത്ത ജന്മത്തില് ചെറിയ പ്രായത്തിന് തൊട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോഴേ പ്രവർത്തിച്ചു തുടങ്ങണം, നാമം ജപിക്കണം, ഭഗവാനെ കുറിച്ച് കേൾക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഒന്നും കളയരുത്. അതിന് ഏറ്റവും മെയിൻ ആയിട്ട് ചെയ്യേണ്ട 2 കാര്യം, ഒന്ന് നാമജപം, ഒന്ന് ഭാഗവത ശ്രവണം. ഇത് രണ്ടും നമ്മൾ മുറുക്ക പിടിച്ചു പോയി കഴിഞ്ഞാൽ ഒരു സംശയവും ഇല്ല, നമുക്ക് എന്ത് സാധിക്കും? ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കും. മനസ്സിലായുണ്ടോ? അല്ലെങ്കിൽ നമ്മള് മനുഷ്യജന്മത്തിൽ 4 ലക്ഷം മനുഷ്യരുള്ളൂ. ബാക്കി 84 ലക്ഷം അല്ലെ ജീവാത്മാക്കള്. അതിൽ 4 ലക്ഷം മനുഷ്യർ കഴിഞ്ഞാൽ ബാക്കി 80 ലക്ഷത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ വീണ്ടും ജനിച്ച് വീണ്ടും ഇങ്ങനെ നമ്മൾ വിഷമിച്ച് കഷ്ടപ്പെട്ട് ഇങ്ങനെ ജീവിക്കേണ്ടി വരും. അതിന്റെ വല്ല ആവശ്യമുണ്ടോ നമുക്ക്? ഇല്ല. ഈ ജന്മത്തിൽ തന്നെ നമുക്ക് നോക്കാം, ശ്രമിക്കാം നമുക്ക്. ഹരേ കൃഷ്ണ. അപ്പൊ അടുത്ത ശ്ലോകം, ഉപദ്രഷ്ടാനുമന്താച്ച ഭർത്താ ഭോക്താ മഹേശ്വരഃ പരമാത്മേതി ചാപ്ലുപ്തോ ദേഹേസ്മിൻ പുരുഷാ പര. ഇന്ദ്രിയാതീതനായൊരു ഭോക്താവുണ്ട്. ഈ ശരീരത്തിൽ സർവാധിപതിയും ഉപദ്രഷ്ടാവും അനുമതിദായകനുമായ പരമപുരുഷനെ പരമാത്മാവ് എന്ന് പറയുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിൽ ആരുണ്ട്? പരമാത്മാ രൂപത്തിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട് അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞു പരമാത്മാവിനെയും എന്തെന്ന് പറഞ്ഞു നമ്മള് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നു. കാരണം ക്ഷേത്രജ്ഞന് എല്ലാവരുടെ ശരീരത്തെ കുറിച്ച് അറിയാൻ സാധിക്കും. അതുകൊണ്ട് പരമാത്മാവും ക്ഷേത്രജ്ഞനാണെന്ന് പറഞ്ഞു. ആ ഇന്ദ്രിയങ്ങൾക്ക് അതീതനായിട്ടുള്ള ഭോക്താവ്, അതാണ് പരമാത്മാവ്. ഈ ശരീരത്തിന്റെ സർവ്വ അധിപതി ആരാണ്? ആ ഭോക്താവാണ്, അതായത് പരമാത്മാവാണ്. ഉപദ്രഷ്ടാവാണ്. ഉപദ്രഷ്ടാവ് എന്ന് വെച്ചാൽ എന്താണ്? മേൽനോട്ടക്കാരൻ, നമുക്ക് വേണ്ട ഉപദേശങ്ങൾ തരുന്ന പറയാം, അല്ലെങ്കിൽ മേൽനോട്ടക്കാരനാണ്. അനുമതിദായകനാണ്, നമുക്ക് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തികളുടെയും അനുമതിദായകനുമാണ് ആര്? ഭഗവാൻ എന്ന് പറയുന്നത്. ആ പരമപുരുഷനെയാണ് എന്ത് പറയുന്നത്? പരമാത്മാവ് എന്ന് പറയുന്നത്. ഇപ്പൊ പരമാത്മാ രൂപത്തില് ഭഗവാൻ ഇരിക്കുന്നത്. ആ പരമാത്മാവ് ഭഗവാന്റെ ഏത് അവതാരമാണ്? ഏത് രൂപമാണ് പരമാത്മാവായിരിക്കുന്നത്? ഭഗവാന്റെ ഏത് രൂപവിസ്തരനാണ്? ഹരേ കൃഷ്ണ. ഏത് വിഷ്ണു? ക്ഷീരോദകശായി വിഷ്ണുവാണ് പരമാത്മാവായിട്ട് നമ്മുടെ ഇരിക്കുന്നത്. ഏത് വിഷ്ണുവാണ്? ക്ഷീരോദകശായി വിഷ്ണു. കാരണോദകശായി വിഷ്ണു മഹാവിഷ്ണുവാണ്. കാരണോദകശായി വിഷ്ണു മഹാവിഷ്ണുവാണ്. ക്ഷീരോദകശായി വിഷ്ണുവാണ് പരമാത്മാവായിട്ട് നമ്മുടെ ഉള്ളിലിരിക്കുന്ന ചങ്ക് ചക്ര ഗദാപത്മത്തോടു കൂടിയുള്ള വിഷ്ണുമൂർത്തിയാണ് പരമാത്മാവായിട്ടിരിക്കുന്നത്. യം ഏവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈ സഹ സർവഥാ വർത്തമാനോപി നസാ ഭൂയോപി ജായതേ. ഭൗതിക പ്രകൃതിയെയും ജീവസത്തിയെയും പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ അന്യോന്യ ബന്ധത്തെയും വിശദമായി അറിയുന്നവർക്ക് നിശ്ചയമായും മോക്ഷം പ്രാപിക്കും. ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും ഈ ലോകത്തിൽ അവർ വീണ്ടും ജനിക്കുന്നില്ല. അപ്പൊ ഭൗതിക പ്രകൃതിയെ കുറിച്ച്, ജീവാത്മാവിനെ കുറിച്ച്, ത്രിഗുണങ്ങളെ കുറിച്ച്, ഇത് തമ്മിലുള്ള അന്യോന്യ ബന്ധത്തെ കുറിച്ച്, ഇതിനെ കുറിച്ചൊക്കെ വിശദമായി മനസ്സിലാക്കുന്നവർക്ക് നിശ്ചയമായിട്ടും എന്ത് സാധിക്കും? മോക്ഷം ലഭിക്കാനായിട്ട് സാധിക്കും. ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ എന്ത് തന്നെ ആയാലും നമുക്ക് ഈ ലോകത്തിൽ വീണ്ടും ജനിക്കുന്നില്ല. അപ്പൊ നമുക്കൊരു ആശയ്ക്ക് വകയുണ്ട്.
കേട്ടോ. അപ്പൊ നമ്മളിപ്പോ എങ്ങനെ ആയിരുന്നാലും ശരി, നമ്മൾ ഇനി മുതല് ഭൗതിക പ്രകൃതി, അതായത് പ്രകൃതിയെ കുറിച്ച്, ജീവാത്മാവിനെ കുറിച്ച്, ത്രിഗുണങ്ങളെ കുറിച്ച്, ഇത് തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച്, പരമാത്മാവിനെ കുറിച്ച്, അതായത് ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, നമ്മൾ അറിവ് നേടാം. അതായത് നമ്മൾ ഏറ്റവും വലിയ അറിവ് എന്താണ്? ഭഗവാനെ കുറിച്ച് അറിയാന്നുള്ളതാണ്. ഭഗവാനുമായിട്ട്, ഭൗതിക പ്രകൃതിയും ജീവാത്മാവും ത്രിഗുണങ്ങളും എല്ലാം ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിനെ കുറിച്ചെല്ലാം അറിയാണെങ്കിൽ നമുക്ക് എന്താണ്? മോക്ഷം ലഭിക്കും. അത് ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും നമുക്ക് വീണ്ടും ജനിക്കേണ്ടി വരില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെ കുറിച്ച് അറിയാനായിട്ട് ശ്രമിക്കുക. ഭഗവാനെ കുറിച്ച് അറിയുമ്പോൾ ജീവാത്മാവിനെ കുറിച്ച് അറിയാം, പരമാത്മാവിനെ മീൻസ് ഭൗതിക പ്രകൃതിയെ കുറിച്ച് അറിയാം, ത്രിഗുണങ്ങളെ കുറിച്ച് അറിയാം, ഇവ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ കുറിച്ച് അറിയാം. അങ്ങനെയുള്ളവർക്ക് എന്താണ്? വീണ്ടും ഈ ലോകത്തിൽ ജനിക്കേണ്ടതായിട്ട് വരുന്നില്ല. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ തുടങ്ങിയാലും മതി, അല്ലെ? നമുക്ക് മനസ്സിലാവുമ്പോ അപ്പൊ നമുക്ക് എന്ത് സാധിക്കും? ഈ ഭൗതിക ജീവിതത്തില്, ഭൗതിക ലോകത്തിൽ വീണ്ടും ജനിക്കേണ്ടി വരില്ല എന്ന് വെച്ചാൽ എന്താണ് അർത്ഥം? നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ നിന്ന് ആധ്യാത്മിക ലോകത്തിലേക്ക് പ്രവേശിച്ച് നമുക്ക് അവിടെ എന്ത് സാധിക്കും? സച്ചിദാനന്ദമയമായിട്ടുള്ള ജീവിതം ആസ്വദിക്കാനായിട്ട് സാധിക്കും. ഭഗവാന്റെ അടുത്ത് പോകാനായിട്ട്, നമ്മൾ തിരിച്ചു പോകാനായിട്ട്, നമ്മൾ എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് തിരിച്ചു പോകാൻ നമുക്ക് സാധിക്കും. എങ്ങനെയാണെങ്കില് ഭഗവാനെ കുറിച്ചും ഭൗതിക പ്രകൃതിയെ കുറിച്ച്, ജീവാത്മാവിനെ കുറിച്ച്, പ്രകൃതിയുടെ ത്രിഗുണങ്ങളെ കുറിച്ച്, ഇവ തമ്മിലുള്ള പരസ്പര ബന്ധത്തെ കുറിച്ച് മനസ്സിലാക്കിയവർക്ക്. ധ്യാനേനാത്മനി പശ്യന്തി കേചിദാത്മാനമാത്മന അന്യേ സാഖ്യേന യോഗേന കർമ്മയോഗേന ചാപരേ. ചിലർ ധ്യാനം കൊണ്ട് പരമാത്മാവിനെ തങ്ങളിൽ തന്നെ കാണുന്നു, മറ്റു ചിലർ ശാസ്ത്രപരമായ ചർച്ചകളിലൂടെയും, ചിലർ നിഷ്കാമ കർമ്മം ചെയ്തുകൊണ്ടും പരമാത്മാവിനെ കണ്ടെത്തുന്നു. അപ്പൊ ചിലർ എങ്ങനെയാണ്? ധ്യാനത്തിലൂടെ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ, ധ്യാനത്തിലൂടെ പരമാത്മാ സാക്ഷാത്കാരം നേടുന്നതിനെ കുറിച്ച്. ആ ധ്യാനത്തിലൂടെ പരമാത്മാ സാക്ഷാത്കാരം നേടാന്ന് വെച്ചാല് കുറേ വർഷങ്ങൾ ധ്യാനിക്കേണ്ടി വരും. നമ്മൾ ധ്യാനത്തിലൂടെ നമുക്ക് ഇഷ്ടമുള്ള ഭഗവാന്റെ, ആ പരമാത്മാവിന്റെ ഇഷ്ടമുള്ള ഒരു രൂപം നമ്മൾ മനസ്സിൽ ധ്യാനിച്ച് സാക്ഷാത്കാരത്തിലേക്ക് കടക്കുകയാണ് ചെയ്യുന്നത്. അതാണ് പരമാത്മാ സാക്ഷാത്കാരം ധ്യാനത്തിലൂടെ നേടുന്നത്. ചിലരാണെങ്കിലോ തത്വശാസ്ത്രപരമായിട്ടുള്ള ചർച്ചകളിലൂടെ, സാഖ്യയോഗത്തിലൂടെ ഒക്കെ ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കി അങ്ങനെ നേടാനായിട്ട് ശ്രമിക്കും. ചിലരോ നിഷ്കാമ കർമ്മം ചെയ്തുകൊണ്ട്, നിഷ്കാമ കർമ്മം, ഫലം ആഗ്രഹിക്കാതെ കർമ്മം ചെയ്തുകൊണ്ട്, എല്ലാതും ഭഗവാന് സമർപ്പിച്ച് അങ്ങനെ കർമ്മം ചെയ്തുകൊണ്ടും എന്ത് സാധിക്കും? പരമാത്മാവിനെ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പൊ പല രീതിയിൽ നമുക്ക് ഒരു വഴി മാത്രമല്ല ഉള്ളത് ഭഗവാനെ പ്രാപിക്കാനായിട്ട്. പല രീതിയിലും നമുക്ക് എന്ത് സാധിക്കും? പരമാത്മാവിനെ കണ്ടെത്താനായിട്ട് സാധിക്കും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഹരേ കൃഷ്ണ. മാതാജി, സാഖ്യം എന്ന് പറഞ്ഞാൽ എന്താ? സാഖ്യം എന്ന് പറഞ്ഞാല് സാഖ്യയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപഗ്രഥിച്ച് പഠിക്കാന്ന് പറയും നമ്മള്. ഒരു എന്താ പറയാ, അതിനെ അപഗ്രഥിച്ച് പഠിച്ച ഒന്നുകൂടി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വിശദമായിട്ട് പഠിക്കാന്നൊക്കെ പറയില്ലേ, അത് ബുദ്ധിയോഗം എന്നും കൂടി പറയാം. അതായത് തത്വശാസ്ത്രപരമായ ചർച്ചകളിലൂടെ നമ്മളിപ്പോ ഒരു സബ്ജക്ട് നമ്മൾ അതിനെ കുറെ വിശദീകരിച്ച് വിശകലനം ചെയ്ത് പഠിച്ചു വരില്ലേ, അതിന് അങ്ങനെ പറയാം കേട്ടോ, സാഖ്യയോഗം എന്ന് പറയുമ്പോ. അങ്ങനെ നമുക്ക് പരമാത്മാവിലേക്ക് എത്താനായിട്ട് സാധിക്കും. അന്യേത്വാവമജാനന്ത ശ്രുത്യാനേഭ്യ ഉപാസത്തെ തേപി ചാദീതരന്ത്യേവ മൃത്യും ശ്രുതിപരായണഃ. പിന്നെയും ചിലരുണ്ട്, എങ്ങനെയാണ്? വേണ്ടത്ര ആധ്യാത്മിക ജ്ഞാനം ഇല്ലെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് ഭഗവത് ചരിത്രം കേട്ടറിഞ്ഞ് ആരാധിക്കാൻ തുടങ്ങിയവർ. പ്രമാണികരിൽ നിന്ന് കേൾക്കുന്നതിൽ ഔത്സുക്യമുള്ളത് കൊണ്ട് അവരും ജനനം മരണങ്ങൾക്ക് അപ്പുറം കടക്കുന്നു. അപ്പൊ പിന്നെ വേറൊരു കാര്യം പറഞ്ഞ എന്താണ്? ഭാഗവതം കേട്ടറിഞ്ഞിട്ടില്ല, ആധ്യാത്മിക ജ്ഞാനം ഇല്ല, പക്ഷെ എങ്കിലും മറ്റുള്ളവരിൽ നിന്ന് ഭാഗവതം കേട്ടറിഞ്ഞ് ആരാധിക്കാൻ തുടങ്ങുന്നവര്. ഭാഗവതം എന്ന് പറഞ്ഞ എന്താണ്? ഭഗവത് ചരിതം. ഭാഗവതം എന്ന് പറഞ്ഞാല് ഭഗവാന്റെ ലീലകളാണ് ഭാഗവതം മുഴുവനും. ഭഗവാനെ കുറിച്ചും ഭഗവാന്റെ ശുദ്ധ ഭക്തന്മാരെ കുറിച്ചും മാത്രമാണ് എന്തിലുള്ളത്? ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അത് കേൾക്കുമ്പോ, ഭാഗവതം കേൾക്കുമ്പോ നമുക്ക് എന്താ വരുന്നത്? കാരണം ഭഗവാനെ കുറിച്ച് മാത്രമാണ് അതിൽ പറയുന്നത്. ഭഗവാനിലേക്ക് എത്താനുള്ള വഴികൾ അത് മാത്രം പറയുന്നത് അതില്ല, സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ അത് കേൾക്കും തോറും നമുക്ക് ഭഗവാനിലേക്ക് അടുപ്പം വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ട് അത് കേൾക്കുമ്പോ, ആ കേട്ട് കഴിയുമ്പോ ഔത്സുക്യമുള്ളത് കൊണ്ട് അവർക്കും എന്ത് സാധിക്കാണ്? ജനന മരണങ്ങൾക്ക് അപ്പുറം കടക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ഭാഗവതം കേൾക്കുക. കാരണം അതെങ്ങനെയാണ്? ആചാര്യന്മാരുടെ വാക്കുകളാണത്.
നമ്മൾ പറഞ്ഞു അല്ലെ, ആചാര്യന്മാരാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഭഗവാന്റെ അതീന്ദ്രിയ പദവിയിലുള്ള ഭക്തന്മാര്, അതീന്ദ്രിയ എന്താ പറയാ ഭക്തന്മാരൊക്കെയാണ് ഈ ഭാഗവതത്തെ കുറിച്ച് പറഞ്ഞത്. അതീന്ദ്രിയമായ വ്യക്തികളെ കുറിച്ചാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശുദ്ധ ഭക്തന്മാരെ കുറിച്ചൊക്കെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് നമുക്ക് കേൾക്കും തോറും എന്താ സംഭവിക്കുന്നത്? ഭഗവാനിലേക്ക് നമുക്ക് കൂടുതൽ അടുക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമുക്ക് ജനന മരണങ്ങൾക്ക് അപ്പുറം കടക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിലിപ്പോ 2-3 കാര്യം പറഞ്ഞു. കഴിഞ്ഞ ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്? ഇരുന്നിട്ട് ധ്യാനത്തിലൂടെ പരമാത്മാവിനെ സാക്ഷാത്കരിക്കുന്നവരുണ്ട്, തത്വജ്ഞാനപരമായ ചർച്ചകളിലൂടെ, നിഷ്കാമ കർമ്മയോഗത്തിലൂടെ. 3 കാര്യങ്ങൾ. ഇനി 4-ാമത്തെ ഇതിലൂടെ 26-ാമത്തെ ശ്ലോകത്തിൽ എന്താ പറയുന്നത്? ഭാഗവത ചരിതം കേട്ടുകൊണ്ട്, അതായത് ഭാഗവതം കേട്ടുകൊണ്ട് ഭഗവാനെ ആരാധിക്കാൻ തുടങ്ങിയവര്. അങ്ങനെ കേൾക്കും തോറും അവർക്ക് എന്ത് സാധിക്കും? ജനന മരണങ്ങൾക്ക് അപ്പുറം കടക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് സാധിക്കാം? ഭഗവാനെ പ്രാപിക്കാനായിട്ട് നമുക്ക് സാധിക്കും. കാരണം ഏറ്റവും പ്രധാനമാണ് എന്ത്? കേട്ടെന്നാ പറഞ്ഞത് അല്ലെ, കേട്ടറിഞ്ഞെന്നാ പറഞ്ഞത്. നമ്മൾ പഠിച്ചെന്നും കൂടിയല്ല പറഞ്ഞത്, കേട്ടറിഞ്ഞെന്നാ പറഞ്ഞത്. അപ്പൊ അതെന്നെ ശ്രവണം, കേട്ടാ മാത്രം മതി നമ്മള്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ത്, അതും രാവിലത്തെ സമയം നമുക്കറിയാം, നല്ല സമയമാണ് അല്ലെ, ബ്രഹ്മമുഹൂർത്താണ് രാവിലത്തെ സമയം, സാത്വികമായിട്ടുള്ള ടൈമാണ്. കാരണം രാവിലെ കുറച്ച് സമയം നമ്മൾ സാത്വികത്തിലായിരിക്കും, പിന്നെ 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 നമ്മൾ രജോ ഗുണത്തിലേക്ക് മാറുന്നത്, പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും തമോ ഗുണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ആ സാത്വിക സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുക, പെട്ടെന്ന് നമുക്ക് മാറ്റം വരും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഓണാക്കി വെച്ച കേൾക്കാം. കേൾക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇല്ല, 26-ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത് അതാണ്. അപ്പൊ ഭാഗവത ചരിതം കേൾക്കാം. അപ്പൊ നമ്മൾ ശ്രവണം, നവവിധ ഭക്തിയിൽ നമ്മൾ പറയുന്ന ശ്രവണം ഉണ്ടല്ലോ, ആ ശ്രവണത്തിന് അത്രയും പ്രാധാന്യമുണ്ട്. ശ്രവണത്തിലൂടെ നമുക്ക് ആത്മസാക്ഷാത്കാരം നേടാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മള് ഭഗവാനെ കുറിച്ച് കേൾക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഒരിക്കലും പാഴാക്കാതിരിക്കുക. യാവ സംജായതേ കിഞ്ചിത്തത്വം സ്ഥാവര ജംഗമം ക്ഷേത്രജ്ഞ സംയോഗ തദ്വിധി ഭരതർഷഭ. ഹേ ഭാരതശ്രേഷ്ഠ, ഇവിടെ കാണപ്പെടുന്ന ചരാചരങ്ങളെല്ലാം ക്ഷേത്രങ്ങളുടെയും ക്ഷേത്രജ്ഞന്മാരുടെയും സംയോഗത്തിൽ നിന്നുള്ളവായതാണ്. ഇവിടെ കാണുന്ന എല്ലാ ചരാചരങ്ങളും എങ്ങനെ ഉണ്ടായതാണ്? ക്ഷേത്രങ്ങളുടെയും ക്ഷേത്രജ്ഞന്മാരുടെയും. ക്ഷേത്രം എന്ന് പറഞ്ഞ ശരീരം, ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞെങ്കിൽ ജീവാത്മാവ്, പരമാത്മാവ് അല്ലെ, ഇവയുടെ സംയോഗത്തിൽ ഉളവായതാണ് എന്ത്? ഇവിടെ കാണുന്ന എല്ലാതും, എല്ലാ ചരാചരങ്ങളും, ചലിക്കുന്നതും ചലിക്കാത്തതുമായിട്ടുള്ള എല്ലാ ചരാചരങ്ങളും ഭഗവാന്റെ സൃഷ്ടിയാണ്. അപ്പൊ നമുക്കറിയാം എല്ലാതും എങ്ങനെ ഉടലെടുത്തതാണ്? ഭഗവാനിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ വൃക്ഷങ്ങളായാലും ചെടികളായാലും സസ്യങ്ങളായാലും പക്ഷികളായാലും എല്ലാ ചരാചരങ്ങളും എങ്ങനെയാണ്? ക്ഷേത്രജ്ഞന്റെ, പിന്നെ അതുപോലെ തന്നെ ക്ഷേത്രങ്ങളുടെയും സംയോഗത്തിൽ നിന്ന് ഉളവായതാണ്. എല്ലാം ഭഗവാന്റെ സൃഷ്ടിയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യൽസ്യ വിനശ്യന്ത്യം യാ പശ്യതി സ പശ്യതി. സർവശരീരങ്ങളിലും വ്യക്തിഗത ജീവാത്മാവിനോടൊപ്പം പരമാത്മാവിനെ കാണുകയും നശ്വരമായ ശരീരം നശിക്കുമ്പോൾ ജീവാത്മാവും പരമാത്മാവും നശിക്കുന്നില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥമായ കാഴ്ചയുള്ളവൻ. അപ്പോ എല്ലാ ശരീരങ്ങളിൽ ആരുണ്ട്? ജീവാത്മാവുണ്ട്, പരമാത്മാവുണ്ട് അല്ലേ? എല്ലാവരുടെ ഉള്ളിലും ജീവാത്മാവുണ്ട്, പരമാത്മാവുണ്ട്. ആ ജീവാത്മാവിനും പരമാത്മാവിനും എന്തില്ല? നാശമില്ല ഒരിക്കലും. ജീവാത്മാവിനും പരമാത്മാവിനും എന്താണ്? രണ്ടുപേരും എന്താഗ്രഹിക്കുന്നവരാണ്? ആനന്ദം ആഗ്രഹിക്കുന്നവരാണ്. രണ്ടുപേർക്കും എന്തില്ല? ജനന മരണങ്ങൾ ഇല്ലാത്തതാണ്. ജീവാത്മാവിനും പരമാത്മാവിനും പൊതുവായ സവിശേഷതകളാണ് ഇതൊക്കെ. അതിന് രണ്ടിനും എന്തില്ല? ജനന മരണങ്ങളില്ല. രണ്ടും ആനന്ദം ആഗ്രഹിക്കുന്നവരാണ്. ശരീരം നശിക്കുന്നു, പക്ഷെ എന്ത് നശിക്കുന്നില്ല? ജീവാത്മാവും പരമാത്മാവും നശിക്കുന്നില്ല അല്ലെ? അത് മനസ്സിലാക്കുന്നവനാണ് ആര്? യഥാർത്ഥ കാഴ്ചയുള്ളവൻ. കാരണം പരമാത്മാവിനെ തത്വത്തില് ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ ആർക്ക് സാധിച്ചു? ആ വ്യക്തിക്ക് സാധിച്ചു. ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ആ വ്യക്തിക്ക് സാധിച്ചു. അങ്ങനെയുള്ളവരെ നമുക്ക് എന്ത് പറയാം? യഥാർത്ഥ കാഴ്ചയുള്ളവനാണെന്ന് പറയാം. കാരണം തത്വത്തില് ശരിയായ രീതിയിൽ പരമാത്മാവിനെ മനസ്സിലാക്കാനായിട്ട് ആ വ്യക്തിക്ക് സാധിച്ചു. പക്ഷെ ഭൗതിക ശരീരം എങ്ങനെയാണ്? അത് നശിക്കാനുള്ളതാണ്. നമുക്കറിയാം അല്ലെ, അതിന് എന്ത് സംഭവിക്കാണ്? മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നതാണ്. നമ്മൾ ജനിച്ചെന്ന പോലെയല്ല നമ്മൾ ഇപ്പോൾ നമ്മുടെ ശരീരം. നമുക്ക് എന്താണ്? ജരാനരകൾ ബാധിക്കുകയാണ്. അതിനുശേഷം ആ ഭൗതിക പ്രപഞ്ചത്തിൽ ഭൗതിക മൂലകങ്ങൾ അല്ലെ, പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ച ശരീരം എന്താണ്? ആ ജീവാത്മാവും പരമാത്മാവും നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതെന്ത് സംഭവിക്കാണ്? അത് ഇവിടെ തന്നെ നശിച്ചു പോകാനുള്ളതാണ് നമ്മുടെ ഈ ഭൗതിക ശരീരം. ഇത്തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. പക്ഷെ ജീവാത്മാവിനും പരമാത്മാവിനും എന്ത് സംഭവിക്കുന്നില്ല? ഇതൊന്നും സംഭവിക്കുന്നില്ല. അപ്പൊ ജീവാത്മാവ് എന്ത് ചെയ്യും? അടുത്തൊരു ശരീരത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇത് മനസ്സിലാക്കുന്നവനാണ് ആര്? യഥാർത്ഥ കാഴ്ചയുള്ളവൻ.
29 അല്ലേ എടുക്കേണ്ടത്? ഏതാ എടുക്കണ്ടേ? ഇനി 31. 29. 28 വരെ ആയുള്ളൂ. 29 അല്ലേ? 29. പശ്യൻ സമവസ്ഥിതമീശ്വരം നാഹി നാസ്ത്യാത്മനാത്മാനം തതോ യാതി പരാം ഗതി. എവിടെയും ഏതൊരു ജീവിയിലും ഒരേ വിധം കുടികൊള്ളുന്ന പരമാത്മാവിനെ ദർശിച്ചാൽ ആ മനുഷ്യൻ മനസ്സുകൊണ്ട് സ്വയം അധിപതിക്കുന്നില്ല. അങ്ങനെ ഇന്ദ്രിയാതീതമായ ലക്ഷ്യത്തോടെ അയാൾ അടുക്കുന്നു. ഇപ്പൊ എല്ലാ ജീവാത്മാക്കളിലും ആരുണ്ട്? പരമാത്മാവുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ പരമാത്മാവിനെ എന്താ പറയണത്? പരമാത്മാവിനെ ക്ഷേത്രജ്ഞൻ എന്ന് പറയാൻ കാരണം എല്ലാവരുടെ ഉള്ളിലും പരമാത്മാ രൂപത്തിൽ ഭഗവാൻ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെ ശരീരത്തെ കുറിച്ചും ഭഗവാൻ അറിയാൻ സാധിക്കുന്നു പറഞ്ഞു. അതുകൊണ്ട് തന്നെ എല്ലാവരിലും ആരെ കാണാൻ സാധിക്കും? പരമാത്മാവിനെ ദർശിക്കാൻ സാധിക്കുന്നവൻ എന്താണ്? മനസ്സുകൊണ്ട് ഒരിക്കലും അധപതിക്കുന്നില്ല. അങ്ങനെ ഇന്ദ്രിയാതീതമായ ലക്ഷ്യത്തോടെ അയാൾക്ക് അടുക്കാനായിട്ട് സാധിക്കും. കാരണം എല്ലാവരുടെ ഉള്ളിലും പരമാത്മാവിനെ ദർശിക്കാനായിട്ട് സാധിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും നാശം സംഭവിക്കുന്നില്ല. ഒരിക്കലും ആൾക്ക് എന്ത് സംഭവിക്കുന്നില്ല? അധപതനം സംഭവിക്കുന്നില്ല. പ്രകൃത്യൈവാച കർമാണി ക്രിയമാണാനി സർവശഃ യാ പശ്യതി തഥാത്മാനം കർത്താരം സാ പശ്യതി. ഭൗതിക പ്രകൃതി സൃഷ്ടമായ ശരീരമാണ് എല്ലാ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതെന്നും ആത്മാവ് ഒന്നും ചെയ്യുന്നില്ലെന്ന് അവൻ അറിയുന്നവനാണ് യഥാർത്ഥത്തിൽ ദർശിക്കുന്നവൻ. ഭൗതിക പ്രകൃതിയുടെ സൃഷ്ടിച്ചിട്ടുള്ള ഭൗതിക പ്രകൃതിയിൽ നിന്ന് സൃഷ്ടമായിട്ടുള്ള പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിച്ച ശരീരമാണ് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നത്. ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ദർശിക്കുന്നവൻ. നമ്മൾ 3-ാമത്തെ അധ്യായത്തിൽ ഒരു ശ്ലോകം പഠിച്ചിട്ടുണ്ട് ഇതേപോലെ. പ്രകൃതേ ക്രിയമാണാനി ഗുണൈ കർമാണി സർവശഃ അഹങ്കാര വിമൂഢാത്മാ കർത്താഹാമിതി മന്യതേ. ആത്മാവ് വിചാരിക്കുന്ന താനാണ് എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നതെന്ന്. പക്ഷെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അത് സ്വാധീനിച്ചിരിക്കുന്ന നമ്മുടെ ഈ ശരീരമാണ് അല്ലെ. ഭൗതിക ത്രിഗുണങ്ങളാണ് ഇതൊക്കെ ചെയ്യിക്കുന്നത്. അപ്പൊ ജീവാത്മാവിന് ഇതിൽ യാതൊരു പങ്കുമില്ല. ഇത് മനസ്സിലാക്കുന്നവനാണ് എന്ത്? യഥാർത്ഥത്തിൽ ദർശിക്കുന്നവൻ. ഭൗതിക പ്രകൃതി സൃഷ്ടമായിട്ടുള്ള ശരീരമാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നതെന്ന് ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ദർശിക്കുന്നവൻ. യഥാ ഭൂത പൃഥക്ഭാവ ഏകസ്ഥാമനു പശ്യതി തഥാ ഏവച്ച വിസ്താരം ബ്രഹ്മ സമ്പദ്യതേ തഥാ. വിവേകശാലിയായ ഒരു മനുഷ്യൻ ഭൗതിക ശരീരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധ വ്യക്തിഭാവങ്ങളെ കാണുന്നത് നിർത്തുകയും ജീവജാലങ്ങളുടെ ആവിർഭാവങ്ങൾ എങ്ങനെയെന്ന് കാണുകയും ചെയ്യുമ്പോൾ അയാൾ ബ്രഹ്മധാരണയിലെത്തുന്നു. അപ്പൊ വിവേകശാലിയായിട്ടുള്ള ഒരു മനുഷ്യൻ ഭൗതിക ശരീരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധ വ്യക്തിഭാവങ്ങളെ കാണുന്നത് നിർത്താണ്. അപ്പൊ വിവേകജ്ഞാനി എന്ന് പറയുന്നത് ആരാണ്? ഭഗവാനെ കുറിച്ച് ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കിയത്, ഭഗവാന്റെയും ആ ജീവാത്മാവിനെയും ഭൗതിക പ്രകൃതിയെ കുറിച്ചൊക്കെ ശരിയായ അർത്ഥത്തിൽ മനസ്സിലാക്കിയ വ്യക്തിയാണ് വിവേകജ്ഞാനി. ആ വ്യക്തിക്ക് എന്ത് മനസ്സിലാക്കാൻ സാധിക്കും? കഴിഞ്ഞ ജന്മത്തിൽ ആ ചെയ്ത പ്രവൃത്തികളുടെ ഫലമായിട്ടാണ് ഈ വ്യക്തി ഇന്ന് മനുഷ്യ ശരീരത്തിൽ ഇരിക്കുന്നതെന്നും വേറൊരു വ്യക്തി ഇന്ന് എന്താ പറയാ ഒരു മൃഗത്തിന്റെ ശരീരത്തിൽ ഇരിക്കുന്നതെന്നും അതല്ലെങ്കിൽ ഒരു പൂച്ചയുടെ ശരീരത്തിൽ ഇരിക്കുന്നതെന്നും ഒരു പക്ഷിയുടെ ശരീരത്തിൽ ഇരിക്കുന്നതെന്നും ആർക്കറിയാൻ സാധിക്കും? ആ വിവേകശാലിയായ ഒരു വ്യക്തിക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോ അങ്ങനെ ഓരോ വ്യക്തിഭാവങ്ങളെ കാണുന്ന നിർത്താൻ ആ ശരീരത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തിഭാവങ്ങളെ കാണുന്ന നിർത്താം. കാരണം എല്ലാവരിലും ജീവാത്മാവുണ്ട്. ആ ജീവാത്മാവ് കഴിഞ്ഞ ജന്മത്തില് നമ്മൾ ചെയ്ത ആ കർമ്മത്തിനനുസരിച്ചാണ് നമുക്ക് ശരീരം സ്വീകരിക്കേണ്ടി വന്നത്. ആ ജീവാത്മാവിന്റെ ഒരു പുറന്തോടാണ് ശരീരം എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അനുസരിച്ച് നമ്മൾ ഈ ജന്മത്തില് എന്താ പറയാ നല്ല നല്ല പ്രവൃത്തികൾ ചെയ്തു പോയാൽ സ്വാഭാവികമായിട്ടും അടുത്തൊരു ജന്മം നമുക്ക് മനുഷ്യ ശരീരം ലഭിക്കും. അതല്ല നമ്മൾ അത്ര നികൃഷ്ടമായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള ശരീരം ലഭിക്കും. അപ്പൊ ഇത് ആർക്കറിയാൻ സാധിക്കും? വിവേകശാലിയായ ഒരു മനുഷ്യന് അറിയാൻ സാധിക്കും. അങ്ങനെ മനസ്സിലാക്കി ആ വ്യക്തിഭാവങ്ങളെ ശരീരത്തിന്റെ അടിസ്ഥാനത്തിൽ കാണുന്നത് നിർത്തി കഴിഞ്ഞാൽ ജീവജാലങ്ങളുടെ ആവിർഭാവങ്ങൾ എങ്ങനെയാണെന്ന് കാണുകയും ചെയ്യുമ്പോൾ അയാൾ എവിടെ എന്ന് പറഞ്ഞ ബ്രഹ്മധാരണയിലെത്തും. ആ വ്യക്തി ബ്രഹ്മധാരണയിലെത്തുന്നതാണ്. അതായത് ആ വ്യക്തിയുടെ എന്താണ് കുറേം കൂടി ഉയർന്ന വീക്ഷണത്തിൽ എത്താനായിട്ട് അയാൾക്ക് സാധിക്കും. അനാദിത്വ നിർഗുണാത് പരമാത്മാമവ്യയ ശരീരസ്ഥോപി കൗന്ദേയ ന കരോതി ന ലിപ്യത്തെ. ശാശ്വതത്വത്തിന്റെ ദർശനം സിദ്ധിച്ചവർക്കറിയാം അവ്യയനായ ആത്മാവ് ഇന്ദ്രിയങ്ങൾക്ക് അതീതനും സനാതനനും പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അതീതനുമാണെന്ന്. ഹേ അർജുന, ഈ ശരീരത്തിൽ വാഴുന്നുവെങ്കിലും ആത്മാവ് ഒന്നും ചെയ്യുന്നുമില്ല, ഒന്നും അതിനെ ബാധിക്കുന്നില്ല. അപ്പോ ശാശ്വതത്തിന്റെ ദർശനം സിദ്ധിച്ചവർക്ക് എന്തറിയാൻ സാധിക്കും? മനസ്സിലാക്കാൻ സാധിക്കും. ആത്മാവ് ഇന്ദ്രിയങ്ങൾക്ക് അതീതനാണ്,
പിന്നെന്താണ് സനാതനനാണ്, പ്രകൃതിയുടെ ഗുണങ്ങൾക്കും അതീതനാണെന്ന് അറിയാനായിട്ട് സാധിക്കും. പക്ഷെ അർജുനനോട് എന്താ പറയുന്നത്? ഈ ശരീരത്തിൽ വാഴുന്നുവെങ്കിലും ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല, ഒന്നും അതിനെ ബാധിക്കുന്നില്ല. അപ്പൊ ആത്മാവ് ഈ ശരീരത്തിൽ ഇരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ, ആത്മാവിനെ ഒന്നും ബാധിക്കുന്നില്ല. കാരണം ആത്മാവ് ഒന്നും ചെയ്യുന്നില്ല. ത്രിഗുണങ്ങളാണ് ഇതെല്ലാം ചെയ്യുന്നത്. നമ്മളെ ത്രിഗുണങ്ങൾ സ്വാധീനിക്കുന്നു. ആ ത്രിഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തു വരുന്നത്. ആത്മാവിന് ഇതിൽ യാതൊന്നിനും ഒരു ബാധ്യതയില്ല എന്നുള്ളത് ആർക്കറിയാൻ സാധിക്കും? എന്താ പറയാ, കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ ശാശ്വതത്വത്തിന്റെ ദർശനം സിദ്ധിച്ചവർക്ക്, അല്ലെങ്കിൽ വിവേകശാലിയായ ഒരു മനുഷ്യന് അറിയാനായിട്ട് സാധിക്കും. യഥാ സർവഗതം സാക്ഷ്യ ആദാകാശം നോപലിപ്യത്തെ സർവത്രാവസ്ഥിതോ ദേഹേ തഥാത്മാനോപലിപ്യത്തെ. ആകാശം സർവവ്യാപിയാണെങ്കിലും അതിന്റെ സൂക്ഷ്മഭാവം മൂലം മറ്റൊന്നിനോടും കൂടി കലരുന്നില്ല. അതുപോലെ ബ്രഹ്മഭാവനയിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവും ശരീരത്തിൽ ഇരുന്നാലും അതിനോട് ചേരുന്നില്ല. അപ്പൊ ആകാശം സർവവ്യാപിയാണ്, പക്ഷെ എന്താണ്, അത് വേറെ ഒന്നിനോടും കൂടി കലരുന്നില്ല, ഒന്നിനോടും അത് കൂടിക്കലരുന്നില്ല. അതേപോലെ തന്നെയാണ് ജീവാത്മാവ്. ബ്രഹ്മഭാവനയിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവ്, അതായത് ഭഗവാനെ കുറിച്ച് ശരിയായ ഒരു ജ്ഞാനം നേടിയ ആത്മീയമായ വീക്ഷണം കിട്ടിയ ജീവാത്മാവ് ആ ശരീരത്തിൽ ഇരുന്നാലും എന്ത് വരുന്നില്ല, ആ ശരീരത്തിനോട് ചേരുന്നില്ല. അങ്ങനെയുള്ള ആത്മാവ് ആ ശരീരത്തിൽ ഇരുന്നാലും ആ ശരീരത്തിനോട് ചേരുന്നില്ല എന്ന് പറയണം. യഥാ പ്രകാശയത്യേക കൃഷ്ണം ലോകാമിമം രവിഹി ക്ഷേത്രം ക്ഷേത്രി തഥാ കൃഷ്ണം പ്രകാശയതി ഭാരതപുത്ര. സൂര്യൻ വിശ്വത്തിലെങ്ങും വെളിച്ചം പരത്തുന്നത് പോലെ ജീവാത്മാവ് ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അതിനെ അവബോധത്താൽ പ്രകാശമാനമാക്കുന്നു. പക്ഷെ ജീവാത്മാവ് എന്താ ചെയ്യുന്നത്? എപ്രകാരമാണോ സൂര്യൻ വിശ്വത്തിൽ ഇരുന്നു കൊണ്ട് എല്ലാവരും വെളിച്ചം തരുന്നത്, അതേപോലെ ആ ജീവാത്മാവ് ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അതിനെ അവബോധത്താൽ പ്രകാശമാനമാക്കുന്നു. ആ ശരീരത്തിന് അവബോധം നൽകുന്നത് ആരാണ്? ജീവാത്മാവാണ്. ആ ജീവാത്മാവ് ആ ശരീരത്തിൽ ഇല്ലെങ്കിൽ എന്താണ്? ആ ശരീരത്തിന് എന്ത് സംഭവിച്ചു? ജഡം ജഡ ഇല്ലേ, മരിച്ചുപോയി. നമ്മൾ പറയില്ല സത്തുപോയി എന്ന് പറയും, അങ്ങനല്ലേ പറയാ? പണ്ട് കാലത്ത് പറയുന്ന സത്തുപോയി എന്ന് പറഞ്ഞ് അത് എന്തായി മാറി? ചത്തുപോയി എന്നായി അല്ലേ? അപ്പൊ എന്താ പറയുന്നത്? ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അതിന് അവബോധത്താൽ പ്രകാശമാനമാക്കുന്നത് ആരാണ്? ആ ജീവാത്മാവാണ്. എപ്രകാരമാണോ സൂര്യൻ വിശ്വത്തിൽ ഇരുന്നും പ്രകാശം പരത്തുന്നത്, അതുപോലെ ആ ജീവാത്മാവ് ശരീരത്തിൽ ഇരുന്നു കൊണ്ട് അതിന് അവബോധത്താൽ പ്രകാശമാനമാക്കുന്നു. ക്ഷേത്രജ്ഞയോരേവ അന്തരം ജ്ഞാന ചക്ഷുഷ ഭൂത പ്രകൃതി മോക്ഷം ച യേ വിദുര്യാന്തി തേ പരം. ശരീരത്തിനും അതിനെ അറിയുന്നവനും തമ്മിലുള്ള വ്യത്യാസം, അതായത് ശരീരത്തിനും ക്ഷേത്രജ്ഞനും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയെന്ന് ജ്ഞാനദൃഷ്ടി കൊണ്ട് കാണാനും ഭൗതിക പ്രകൃതിയുടെ ബന്ധത്തിൽ നിന്ന് മുക്തി നേടാൻ ഉതകുന്ന പ്രക്രിയ എന്തെന്നറിയാനും കഴിവുള്ളവർ പരമപദം പ്രാപിക്കും. അപ്പോ ശരീരത്തെ കുറിച്ച് അറിയാനും ശരീരവും പിന്നെന്താണ് ക്ഷേത്രവും ക്ഷേത്രജ്ഞനും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണെന്ന് ജ്ഞാനദൃഷ്ടി കൊണ്ട് കാണാനും ഭൗതിക പ്രകൃതിയുടെ ബന്ധത്തിൽ നിന്ന് മുക്തി നേടാൻ ഉതകുന്ന പ്രക്രിയ, ഭൗതിക പ്രകൃതിയുടെ ആ ബന്ധത്തിൽ നിന്ന് മുക്തി നേടാനുള്ള പ്രക്രിയ എന്താണെന്നും അറിയുന്നവർക്ക്, അതിന് കഴിവുള്ളവർക്ക് എന്ത് സാധിക്കും? പരമപദം പ്രാപിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്ന് മുക്തി നേടാന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. നമുക്ക് ഈ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ സ്വാധീനം കൊണ്ടാണ് നമുക്ക് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് വേണം? ഈ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്ന് മറികടക്കണം. അതെങ്ങനെയാണ് എന്ന് സാധിക്കാനായിട്ട്, അതറിയുന്നവർക്കാണ് എന്ത് സാധിക്കുന്നത്? പരമപദം പ്രാപിക്കാനായിട്ട് സാധിക്കുന്നത്. അത് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് 14ാമത്തെ അധ്യായത്തില് എങ്ങനെ നമുക്ക് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്ന് മറികടക്കാന്നുള്ളതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്ത് സാധിക്കും? പരമപദം പ്രാപിക്കാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണ് നമുക്ക് അറിയേണ്ടത്? എങ്ങനെ നമുക്ക് ഈ ഭൗതിക പ്രകൃതിയുടെ ബന്ധനത്തിൽ നിന്ന് മുക്തി നേടാമെന്നാണ് നമുക്ക് അറിയേണ്ടത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വഞ്ചാകൽപതരൂപേശ്ച കൃപാ സിന്ധോഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്ത കോടി വൈഷ്ണവൃന്ദി കി ജയ്, ശ്രീല പ്രഭുപാദ് കി ജയ്, ശ്രീല ഗുരുദേവ് കി ജയ്, നിതായ് ഗൗര പ്രമാനന്ദേ ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. ക്വസ്റ്റ്യൻ ആൻസർ ഇല്ലേ? നമ്മള് ക്വസ്റ്റ്യൻ ആൻസർ നോക്കിയിട്ടുണ്ടോ? കഴിഞ്ഞായിരുന്നു മാതാജി, കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിരുന്നു. ക്വസ്റ്റ്യൻ ആൻസർ ഇല്ല. 5 ക്വസ്റ്റ്യൻ